ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷാർപ്പി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇൻസ്റ്റയിലായാലും നമ്മൾ റീൽ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാണ്. അപ്പം അതാണ് നമ്മുടെ വീഡിയോ. എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. എന്തൊക്കെയാണ്, ഏത് മോട്ടറാണ് യൂസ് ചെയ്തത്, ഏത് മെറ്റീരിയലാണ് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തത്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആയിട്ട് യൂസ് ചെയ്ത മോട്ടർ എന്ന് പറഞ്ഞാൽ ഗിയർ മോട്ടറാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. വേറെ ഇവിടെ കിട്ടുമെന്ന് അറിയാൻ വയ്യ. കടകളിൽ കിട്ടുമായിരിക്കും. നമ്മുടെ ഇവിടെ ഒക്കെ ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതാണ് ആ മോട്ടർ. ഇത് ഒരെണ്ണം 100 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ മോട്ടർ ഇതാണ്. അതിൻ്റെ പേര് ഗിയർ മോട്ടർ എന്നാണ്. അതേപോലെ തന്നെ ആവശ്യമുള്ളതാണ് ഈ ഷീറ്റ്. ഇതിൻ്റെ പേര് ഫോം ഷീറ്റ് എന്നാണ് ചിലടത്ത് പറയുന്നത്. നമ്മളിവിടെയൊക്കെ 4X ഷീറ്റ് എന്നാണ് പറയുന്നത്, 4X. അപ്പോൾ ഈ ഷീറ്റാണ് ഇത് യൂസ് ചെയ്യുന്നത് ഷാർപ്പിയുടെ ബോഡിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബോഡി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു 5-6 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ചേർത്ത് ഒട്ടിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ 2mm ഷീറ്റ് ആയതുകൊണ്ടാണ് ഇച്ചിരി കനമുള്ളത്. അതുകൊണ്ടാണ് 5-6 പീസ്, അല്ലെങ്കിൽ അത്രയൊന്നും വേണ്ടി വരത്തില്ല. 5-6 പീസില്ല, 3 പീസേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒട്ടിക്കണം. അത് ഒട്ടിക്കുമ്പോൾ ഉള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ട് ചേർത്ത് ഒട്ടിക്കുക ചെയ്യുന്നത്. 4 പീസ് ഉണ്ടായിരുന്നു കേട്ടോ, 3 അല്ല 4 പീസ് ചേർത്ത് ഒട്ടിക്കുമ്പോൾ ഈ ഒരു കനം കിട്ടും. പിന്നെ നമ്മൾ പേപ്പർ പിടിച്ച് കുറച്ചുകൂടെ ഷേപ്പാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇപ്പോൾ ചിലവർക്ക് 5 വയ്ക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ 5 വയ്ക്കുക. ഞാനിപ്പോൾ 4 വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കണക്ക് ഇത് കിട്ടും. പിന്നെ നമ്മളിതിൻ്റെ ലൈറ്റായിട്ട് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ലൈറ്റിന് നമ്മുടെ സ്കെച്ചിൻ്റെ അടപ്പ് എടുത്തിട്ട് അതിനകത്ത് ലൈറ്റ് കയറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഫ്രണ്ട് വശം, അതായത് അതിൻ്റെ പുറഭാഗം നമ്മൾ ഈ ഷീറ്റ് വെച്ച് തന്നെ ഒരു റോള് ചുറ്റി എടുത്തേക്കാണ്. അപ്പോൾ ഇച്ചിരി കൂടെ കനം കിട്ടും. എന്നിട്ട് അതിൻ്റെ മണ്ടേ കൂടി ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചതാണ്. അതാണ് ഈ കറുത്ത കളറിൽ നല്ല നീറ്റായിട്ട് കിട്ടും. അതിനകത്ത് മറ്റേ നമ്മൾ 2 രൂപയുടെ ലൈറ്റ് ഉണ്ടല്ലോ, ചെറിയ LED ലൈറ്റ്, അതാണെങ്കിൽ കറക്റ്റായിട്ട് അതിനകത്ത് കയറിയിരുന്നോളും. പിന്നെ മിനിയേച്ചർ ഷാർപ്പി ആയതുകൊണ്ട് തന്നെ അത്ര വെട്ടമൊന്നും പ്രതീക്ഷിക്കല്. ആവശ്യത്തിനുള്ളൊരു വെട്ടം കിട്ടും നമുക്കൊരു മോഡലിന് വേണ്ടിയിട്ടുള്ളത്. ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ അത് ഷാർപ്പിയുടെ മറ്റേ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോഡിയിൽ ഇത് ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത് ഉണ്ടോ. അത് നമുക്ക് വേണ്ടൊരു ദിശയിലോട്ട് ജസ്റ്റ് ഇപ്പോൾ ഒട്ടിച്ച് വയ്ക്കും. കാര്യം ഇത് 2 സൈഡിലോട്ടും കറ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ 2 മോട്ടർ വേണ്ടി വരും. അപ്പം അതിൻ്റെ പൈസയുടെ കുറവ് കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒറ്റ റൊട്ടേഷൻ, അത് ഫ്രണ്ടും ബാക്കും മാത്രം കറങ്ങുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുക. പിന്നെ അതിനടിയിലും ഷാർപ്പിയുടെ കണക്ക് വരുന്ന ഒരു ബോക്സ് സെറ്റ് ചെയ്യുക. ബോക്സ് സെറ്റ് ചെയ്താലും കുഴപ്പമില്ല, അടിയിൽ വേറൊരു ഷീറ്റ് വെച്ചിരുന്നാലും മതി. അങ്ങനെ സെറ്റ് ചെയ്ത് ഒട്ടിച്ചാൽ മതി. നമ്മളിതിൻ്റെ ഈ മോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ സ്ട്രക്ചറിൻ്റെ പുറകിൽ, അതായത് അതിനകത്ത് ഇറക്കി വെച്ചിരിക്കുകയാണ് മോട്ടർ. ബാക്കിൽ നിന്ന് തള്ളിയിട്ട് അതിൻ്റെ ഫ്രണ്ട് വശം നല്ല മറ്റേ കറങ്ങുന്ന ഭാഗം നമ്മൾ ഫ്രണ്ടിലോട്ട് തള്ളിയിരിക്കുന്ന കണക്ക് അതിൻ്റെ ഷേപ്പ് ഷാർപ്പിയുടെ ബോഡി ആണെങ്കിൽ അതിനകത്ത് കൊള്ളിച്ച് വെച്ചേക്കണം. അതായത് അതിന് ഫ്രണ്ടിൽ ഒട്ടിച്ച് വെച്ചേക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് മോട്ടർ കറങ്ങുമ്പോൾ ഇതും കറങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത് ഇപ്പം. അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റയിൽ കണ്ടത്. യൂട്യൂബ് ചാനൽ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് ഇനി തൊട്ട് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. ഷാർപ്പി കറങ്ങുന്ന വീഡിയോ കണ്ട് ഇത് കണക്ക് നൈസായിട്ട് കറങ്ങും. കാര്യം നമ്മൾ ഏത് ദിശയിലോട്ട് വെച്ചാണ് ഒട്ടിച്ച് അതിൻ്റേതായൊരു ലുക്കിൽ അത് കറങ്ങുമ്പോൾ നോക്കുമ്പോൾ 2 സൈഡും കറങ്ങുന്നതൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ നൈസായിട്ട് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഷാർപ്പി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ പാടൊന്നുള്ള കാര്യമല്ല. പിന്നെ ഈ മോട്ടർ മേടിക്കുന്ന പൈസയുടെ കാര്യമൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1K ആണ്. മിനിയേച്ചർ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ഇനി തൊട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.